അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ റിസോഴ്സസ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയാണ്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലാൻഡ് ഡിഗ്രഡേഷൻ ആൻഡ് കൺസർവേഷൻ മെഷേഴ്സ് എന്ന് പറയുന്ന ആ സെക്ഷൻ മുതലുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ പാർട്ടിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. Land degradation and conservation measures. We have shared our land with the past generation and will have to do so with the future generation too. 95% of our basic needs for food, shelter and clothing are obtained from land. Human activities have not only brought about degradation of land but have also aggravated the pace of natural resources to cause damage to land. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ലാൻഡ് കഴിഞ്ഞ പോയ ജനറേഷൻ പാസ്റ്റ് ജനറേഷനോടൊപ്പം ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വരുന്ന ജനറേഷനോടൊപ്പം നമ്മൾ ഷെയർ ചെയ്യണം. നമ്മുടെ ബേസിക് നീഡ്സ് ആയ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ് ഇതിലേക്ക് ഒരു 95% തരുന്നത് നമ്മുടെ ലാൻഡിൽ നിന്നാണ്. അപ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? ലാൻഡിൻ്റെ ഡീഗ്രഡേഷൻ മാത്രമല്ല കാരണമാകുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് കാരണം നാച്ചുറൽ ഫോഴ്സസിൻ്റെ ആ പേസ് കൂടിയും അത് ലാൻഡിന് ഡാമേജ് ആയിട്ട് വരികയും ചെയ്യുന്നുണ്ട്. Some human activities such as deforestation, overgrazing, mining and quarrying too have contributed significantly in land degradation. അപ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അതായത് ഡിഫോറസ്റ്റേഷൻ, ഓവർഗ്രേസിങ്, മൈനിങ്, ക്വാറിയിങ് തുടങ്ങിയ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണവും ലാൻഡ് ഡിഗ്രഡേഷന് വലിയ തോതിൽ കാരണമാകുന്നുണ്ട്. Mining sites are abandoned after excavation work incomplete, leaving deep scars and traces of overburdening. In states like Jharkhand, Chhattisgarh, Madhya Pradesh, Odisha, deforestation due to mining have caused severe land degradation. ഇപ്പോൾ എന്താണ് ഈ മൈനിങ് സൈറ്റ്സിൽ നിന്നൊക്കെ ഈ നല്ല രീതിയിൽ എക്സ്കവേഷൻ കഴിഞ്ഞതിന് ശേഷം അത് അതുപോലെ തന്നെ അങ്ങ് വിട്ടിട്ട് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ആ ഡീപ്പ് സ്കാർസും ട്രേസസും ഒക്കെ നമുക്ക് അവിടെ കാണാം. ആ ഒരു ഓവർ ബർഡനിങ്ങിൻ്റെ ആ ഒരു സിമ്പിൾസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഈ മൈനിങ്ങിന് വേണ്ടിയിട്ട് ഡീഫോറസ്റ്റേഷൻ നടത്തിയത് വലിയ തോതിൽ ഈ ലാൻഡ് ഡീഗ്രഡേഷന് കാരണമായെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇൻ സ്റ്റേറ്റ് ലൈക്ക് ഗുജറാത്ത്, രാജസ്ഥാൻ, Madhya Pradesh, Maharashtra, overgrazing is one of the main reason for land degradation. ഇനി ഗുജറാത്തിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും എടുത്തു നോക്കിയാൽ ഓവർഗ്രേസിങ്ങും അതുപോലെ തന്നെ ഈ ലാൻഡ് ഡിഗ്രഡേഷനും ഒരു വലിയ കാരണമാകുന്നുണ്ട്. ഇൻ സ്റ്റേറ്റ്സ് ഓഫ് പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ ഉത്തർപ്രദേശ്, ഓവർ ഇറിഗേഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ലാൻഡ് ഡിഗ്രഡേഷൻ ഡ്യൂ ടു വാട്ടർ ലോഗിംഗ് ലീഡിംഗ് ടു ഇൻക്രീസ് ഓഫ് salinity and alkalinity in the soil. അപ്പോൾ എന്താണ് പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ ഉത്തർപ്രദേശ്, വെസ്റ്റേൺ യു പി ആ ഒരു പ്രദേശങ്ങളിലൊക്കെ എന്താണ് ഓവർ ഇറിഗേഷൻ, അത് കാരണം ഈ ലാൻഡിലെ വാട്ടറിൻ്റെ തങ്ങി നിൽക്കുന്നതും അതുപോലെ തന്നെ ആ സാലിനിറ്റി അല്ലെങ്കിൽ ആൽക്കലിനിറ്റി, ആ വെള്ളത്തിൻ്റെ ആ ഒരു ക്വാളിറ്റിയൊക്കെ നഷ്ടപ്പെടുന്നത് നമുക്ക് ആ ഒരു സോയിലിൻ്റെ ആ ക്വാളിറ്റിയൊക്കെ നഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ദ മിനറൽ പ്രോസസ്സിംഗ് ലൈക്ക് grinding of limestone for cement industry and calcite and soapstone for ceramic industry generate huge quantity of dust in the atmosphere. അതുപോലെ തന്നെ എന്താണ് ലൈംസ്റ്റോൺ ഗ്രൈൻഡ് ചെയ്യുന്നത്, സിമെൻറ്റ് ഇൻഡസ്ട്രിക്ക് വേണ്ടി ലൈംസ്റ്റോൺ ഗ്രൈൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു സെറാമിക് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ആ ഒരു കാൽസൈറ്റും സോപ്സ്റ്റോണും ഒക്കെ ഗ്രൈൻഡ് ചെയ്യുന്നത് വഴി ഒരു നല്ല തോതിലെ പൊടി, ഡസ്റ്റ് atmosphere തങ്ങി നിൽക്കുന്നു. ഇറ്റ് റിട്ടാർഡ്സ് ദ പ്രോസസ് ഓഫ് ഇൻഫിൽട്രേഷൻ ഓഫ് വാട്ടർ ഇൻ ദ സോയിൽ ആഫ്റ്റർ ഇറ്റ് സെറ്റിൽസ് ഡൗൺ ഓൺ ദ ലാൻഡ്. അത് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിയ ആ ഒരു പൊടി എന്ത് ചെയ്യുന്നുണ്ട്, താഴേക്ക് ലാൻഡിൽ വന്ന് അടിഞ്ഞുകൂടും. അതിലേക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ അത് ഫിൽറ്റർ ചെയ്ത് താഴോട്ട് പോകുന്നത് തടഞ്ഞു നിർത്തും. അതായത് വെള്ളം മുകളിൽ തന്നെ നിൽക്കും. ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ഇൻഡസ്ട്രിയൽ effluents as waste have become a major source of land and water pollution in many parts of the country. ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ആ ഒരു രാജ്യത്തെ ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളുടെ ഉൽപ്പാദനം കാരണം എന്തുണ്ട്, ഈ ലാൻഡിനും സോയിലിനൊക്കെ വാട്ടറിനും സോയിലിനൊക്കെ പൊല്യൂഷൻ സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷനും സോയിൽ പൊല്യൂഷനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നത് ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളാണ്. There are many ways to solve the problems of land degradation. Afforestation and proper management of grazing can help to some extent. അതുപോലെ തന്നെ ഒരുപാട് വഴികളുണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അഫോറസ്റ്റേഷൻ, അതുപോലെ തന്നെ പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് ഗ്രേസിങ്, ഇതൊക്കെ വലിയൊരു എഫക്റ്റീവായ ഒരു മെത്തേഡ്സാണ്. പ്ലാന്റിംഗ് ഓഫ് ഷെൽട്ടർ ബെൽറ്റ്സ് ഓഫ് പ്ലാന്റ്സ്, കൺട്രോൾ ഓൺ ഓവർ ഗ്രേസിങ്, സ്റ്റെബിലൈസേഷൻ of sand dunes by growing thorny bushes and some of the methods to check land degradation in arid areas, proper management of wastelands, control of mining activities, proper discharge of disposal of industrial effluents and waste after treatment can reduce land and water degradation in the industrial and suburban areas.
അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള ഷെൽട്ടർ ബെഡ്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓവർ ഗ്രേസിങ് കൺട്രോൾ ചെയ്യുക, സ്റ്റെബിലൈസേഷൻ, ഈ സാൻഡ് ഡ്യൂൺസ് ഒക്കെ സ്റ്റെബിലൈസ് ചെയ്യുക, അതായത് അതിന് ചുറ്റും ഈ ത്രോണി ബുഷസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ആ ഒരു സാൻഡ് ഡ്യൂൺസിനെയൊക്കെ സ്റ്റെബിലൈസ് ചെയ്യിക്കുക. പിന്നെന്താണ്, വേസ്റ്റ് ലാൻഡിൻ്റെ മാനേജ്മെൻറ്റ്, വേസ്റ്റ് ലാൻഡ് അതിൻ്റെയൊക്കെ പ്രോപ്പർ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ മൈനിങ് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുക, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസിനെയൊക്കെ പ്രോപ്പർ മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. പിന്നെ ഒരു എന്താണ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി നമ്മുടെ ആ ഒരു ലാൻഡ് അല്ലെങ്കിൽ ആ ഒരു ലാൻഡ് ഡിഗ്രേഡേഷൻ, വാട്ടർ ഡിഗ്രേഡേഷൻ, ലാൻഡ് ഡിഗ്രേഡേഷനും ഈ അർബൻ അതുപോലെ തന്നെ സെമി അർബൻ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. സോയിൽ ആസ് എ റിസോഴ്സ്. Soil is the most important renewable natural resource. It is the medium of plant growth and support different type of living organisms on the earth. The soil is a living system. It takes millions of years to form soil up to a few centimeters in depth. A relief, parent rock and bedrock, climate, vegetation and other forms of life and time are important factors in the formation of soil. Various forces of nature such as change in temperature, actions of the running water, wind and glaciers, activities of decomposers, etc. contribute to the formation of soil. Chemical and organic changes which take place in the soil are equally important. Soil also consists of organic and inorganic materials. എന്താണ്, അപ്പോൾ സോയിൽ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സാണ്. അപ്പോൾ ഈ ഒരു മീഡിയത്തിലൂടെയാണ് പ്ലാന്റ്സ് ഒക്കെ ഗ്രോ ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ എല്ലാ തരത്തിലുള്ള ലിവിങ് ഓർഗാൻസും സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നത് ഈ സോയിൽ കാരണമാണ്. അപ്പോൾ ഈ ഒരു സോയിൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡെഡായ ഒരു സംഭവമൊന്നുമല്ല, ഒരു ലിവിങ് സിസ്റ്റമാണ്. അത് വർഷങ്ങളെടുക്കും, കാലങ്ങളെടുക്കും, ഒരു പക്ഷേ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും അത് ഒരു ഫ്യൂ സെൻറ്റിമീറ്റർ ഡെപ്തിലെങ്കിലും ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. റിലീഫ്, പാരൻ റോക്ക്, ബെഡ് റോക്ക്, ക്ലൈമറ്റ്, വെജിറ്റേഷൻ, മറ്റ് ജീവജാലങ്ങൾ, സമയം, ഇതൊക്കെയാണ് ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ആ സോയിൽ ഫോം ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ഒഴുകുന്ന ജലം, അതായത് റണ്ണിങ് വാട്ടറിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ്, വിൻഡ്, ഗ്ലേസിയേഴ്സ്, ഡീകമ്പോസേഴ്സിൻ്റെ ആക്ടിവിറ്റീസ്, ഇതൊക്കെ സോയിൽ ഫോർമേഷന് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇനി കെമിക്കൽ ആൻഡ് ഓർഗാനിക് ചേഞ്ചസ് വിച്ച് ടേക്ക് പ്ലേസ് ഇൻ ദ സോയിൽ ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഈ സോയിൽ, നിലനിൽക്കുന്ന സോയിൽ തന്നെ ഉണ്ടാകുന്ന കെമിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് അതുപോലെ തന്നെ ഓർഗാനിക് ചേഞ്ചസ് ഒക്കെ ഈ ഒരു സോയിൽ ഫോർമേഷനും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സോയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഇൻഓർഗാനിക് മെറ്റീരിയൽസും ഉണ്ട്, അതുപോലെ തന്നെ ഓർഗാനിക് മെറ്റീരിയൽസും ഉണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ദ ഫാക്ടേഴ്സ് responsible for soil formation, color, thickness, texture, age, chemical and physical properties, the soil in India are classified in different types. എന്താണ് ആ ഒരു കളർ, തിക്നെസ്, ടെക്സ്ചർ, ഏജ്, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ അനുസരിച്ച് ഇന്ത്യയിലെ സോയിൽസിനെ നമുക്ക് ഒരുപാട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ. ഇന്ത്യ ഹാസ് വേരിഡ് റിലീഫ് ഫീച്ചേഴ്സ്, ലാൻഡ് ഫോംസ്, ക്ലൈമറ്റ് റിയംസ്, വെജിറ്റേഷൻ ടൈപ്സ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വിവിഡായ അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സായ ഒരു പ്രദേശമാണ് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും ഒരുപാട് തരത്തിലുള്ള വേരിയസ് ടൈപ്സ് ഓഫ് സോയിലിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെടുത്ത് നോക്കാം. ആദ്യത്തേത് അലൂവിയൽ സോയിൽ. ദിസ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി സ്പ്രെഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സോയിൽ. ഏറ്റവും വൈഡായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സോയിൽ എന്ന് പറയുന്നത് അലൂവിയൽ സോയിലാണ്. ഇൻഫാക്ട് ദ എൻ്റയർ നോർത്തേൺ പ്ലെയിൻസ് ആർ മെയ്ഡ് ഓഫ് അലൂവിയൽ സോയിൽ. These have been deposited by 3 important Himalayan river systems, the Indus, the Ganges and the Brahmaputra. These soils also extend in Rajasthan and Gujarat through a narrow corridor. Alluvial soil is also found in the eastern coast plains, particularly in the deltas of Mahanadi, Godavari, the Krishna and the Kaveri rivers. അപ്പോൾ എന്താണ് ആ ഒരു ഇന്ത്യയിൽ ആ ഒരു ഹിമാലയൻ, ആ നോർത്തേൺ പ്ലെയിൻസ് നിറച്ച് നമുക്ക് ഈ ഒരു സോയിലാണെന്ന് പറയാൻ പറ്റും. പ്രത്യേകിച്ച് ഈ ഒരു 3 ഇമ്പോർട്ടൻറ്റ് ഹിമാലയൻ റിവേഴ്സ് വഴിയാണ് ഈ സോയിൽ ഡിപ്പോസിറ്റ് ഉണ്ടാകുന്നത്, ഈ അലൂവിയൽ സോയിൽ ഡിപ്പോസിറ്റ് ഉണ്ടാകുന്നത്. അതായത് ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ രാജസ്ഥാനിലും ഗുജറാത്തിലേക്കും ഒരു നാരോ കോറിഡോർ വഴി ഈ ടൈപ്പ് ഓഫ് സോയിൽ എത്തുന്നുണ്ട്. ഇനി ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസിലും ഈ ഒരു സോയിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ഡെൽറ്റാസ്, മഹാനദിയുടെയും ഗോദാവരിയുടെയും കൃഷ്ണയുടെയും കാവേരിയുടെയും ഡെൽറ്റേഴ്സിലും ഈ ഒരു സോയിൽ നമുക്ക് കാണാൻ പറ്റും. The alluvial soil consists of various proportions of sand, slit and clay. As we move inland towards the river valleys, soil particles appear somewhat bigger in size in the upper reaches of the river valley, that is near the place of break of slope. The soil are coarse. Such soils are more common in pediment plains such as Dura,
duars, chos and terrain. ഇതാണ് ഈ അലൂവിയൽ സോയിൽ വേരിയസ് പ്രൊപ്പോർഷൻസ്, ഒരുപാട് ഡിഫറൻ്റ് ആയ പ്രൊപ്പോർഷൻസ്, സാൻഡിൻ്റെയും സിൽറ്റിൻ്റെയും ക്ലേയുടെയൊക്കെ പ്രൊപ്പോർഷൻസിലാണ് ഈ അലൂവിയൽ സോയിൽ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റിവർ വാലീസിൻ്റെ അടുത്തായിട്ടാണ് ഇതൊക്കെ കാണാറുണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ ഒരു റിവർ വാലീസിൻ്റെ അടുത്തുള്ള പാർട്ടിക്കിൾസൊക്കെ കുറച്ച് ബിഗർ ഇൻ സൈസ് ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ ആ ഒരു സോയിൽ, ആ ഒരു ആ ഒരു പിഡമൻ പ്ലേസ്, അതായത് ദുവാഴ്സ്, ചോസ്, തിറൈ തുടങ്ങിയ ആ ഒരു പിഡമൻ പ്ലേസിലൊക്കെ ഈ ഒരു സോയിൽ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റും. Apart from the size of their grains or components, soil are also described on the basis of their age. According to their age, alluvial soils can be classified as old alluvial and new alluvial. എന്താണ് ഈ ഒരു സൈസ് ബേസ് ചെയ്താൽ, അതായത് ഈ റിവർ വാലീസിനൊക്കെ അടുത്ത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു പിഡമൻ പ്ലേസ് അതിലൊക്കെ കാണുന്നത് പോലെ നമ്മൾ ആ ഒരു സൈസ് ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നതിനോടൊപ്പം ഏജ് ബേസ് ചെയ്ത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ പുതിയ, അതായത് ഓൾഡ് അലൂവിയൽ സോയിലിനെ നമുക്ക് ബംഗാർ എന്നും ന്യൂ അലൂവിയൽ സോയിലിനെ നമുക്ക് ഖാദാർ എന്നും വിളിക്കാൻ പറ്റും. ദ ബംഗാർ സോയിൽ ഹാസ് ഹയർ കോൺസെൻട്രേഷൻ ഓഫ് കാങ്കർ നോഡ്യൂൾസ് ദാൻ ദ ഖാദർ. അപ്പോൾ എന്താണ്, ബംഗാർ സോയിൽസിൽ ഒരു കുറച്ചുകൂടെ അളവിൽ കങ്കർ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഖാദർ സോയിലിനേക്കാളും കുറച്ചുകൂടെ കങ്കർ നോഡ്യൂൾസ് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഹാസ് മോർ ഫൈൻ പാർട്ടിക്കിൾസ് ആൻഡ് ഈസ് മോർ ഫെർട്ടൈൽ ദാൻ ബംഗാർ. അതുപോലെ തന്നെ ഈ ഖദർ എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഫൈൻ പാർട്ടിക്കിൾസ്, കുറച്ചുകൂടെ തരിതരിയായിരിക്കുന്ന ആ ഒരു ഫൈൻ പാർട്ടിക്കിൾസ് ആയിരിക്കും. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഫെർട്ടൈൽ ആയിരിക്കും. ബംഗാറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫെർട്ടൈൽ ആയിരിക്കും അത്. അലുവിയൽ soils as a whole are very fertile. Mostly these soils contain adequate proportion of potash, phosphoric acid and lime, which are ideal for the growth of sugarcane, paddy, wheat and other cereal and pulse crops. എന്താണ് ഈ ഒരു അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത് വളരെ ഫെർട്ടൈലാണ്. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ വളരെ ഫെർട്ടൈലായ ഒരു സോയിൽ തന്നെയാണ്. അതിൻ്റെ കുറച്ചുകൂടെ വലിയ രീതിയിൽ പൊട്ടാഷിൻ്റെയും ഫോസ്ഫറിക് ആസിഡിൻ്റെയും ലൈമിൻ്റെയൊക്കെ അളവുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഷുഗർ കെയിനും പാഡിക്കും വീറ്റിനും അതുപോലെ തന്നെ സെറൽസിനും പൾസ് ക്രോപ്സിനും ഒക്കെ വളരെ ഉത്തമമായ ഒരു ടൈപ്പ് ഓഫ് സോയിലാണ്. ഡ്യൂ ടു ഇറ്റ്സ് ഹൈ ഫെർട്ടിലിറ്റി, റീജിയൻസ് ഓഫ് അലൂവിയൽ സോയിൽസ് ആർ ഇൻറ്റൻസീവ്ലി കൾട്ടിവേറ്റഡ് ആൻഡ് ഡെൻസ്ലി പോപ്പുലേറ്റഡ്. ഇതിൻ്റെ ഹൈ ഫെർട്ടിലിറ്റി കാരണം ഈ ഒരു അലൂവിയൽ സോയിലുള്ള പ്രദേശങ്ങളൊക്കെ നല്ല രീതിയിൽ ഡെൻസ്ലി പോപ്പുലേറ്റഡുമാണ്. അതുപോലെ തന്നെ ഇൻറ്റൻസ്ലി കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്രദേശങ്ങളുമാണ്. സോയിൽസ് ഇൻ ദ ഡ്രയർ ഏരിയാസ് ആർ മോർ ആൽക്കലൈൻ ആൻഡ് ക്യാൻ ബി പ്രൊഡക്റ്റീവ് ആഫ്റ്റർ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇറിഗേഷൻ. അപ്പോൾ അതൊരു കുറച്ചുകൂടെ ഡ്രയർ ആയിട്ടുള്ള ഏരിയാസിൽ ഇത് കുറച്ച് ആൽക്കലൈൻ സ്വഭാവം ഈ സോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇറിഗേഷന് ശേഷമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, പ്രൊട്ടക്റ്റീവ് ആക്കാൻ പറ്റുന്നതാണ്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ബ്ലാക്ക് സോയിലാണ്. These soils are black in color and are also known as rigor soils. Black soils are ideal for the growth of cotton and is also known as black cotton soil. ബ്ലാക്ക് സോയിൽ എന്ന് വിളിക്കാൻ തന്നെ കാരണം എന്താണ്, അത് ബ്ലാക്ക് കളറിലാണ്. അതുപോലെ തന്നെ അതിനെ റിഗർ സോയിൽസ് എന്നും വിളിക്കാറുണ്ട്. ഈ സോയിൽസ് കോട്ടൺ ഗ്രോ ചെയ്യാനാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നാണ് അറിയപ്പെടുന്നത്. It is believed that climatic condition along with the parent rock material are all important factors for the formation of black soil. ക്ലൈമറ്റ് കണ്ടീഷനും അതുപോലെ തന്നെ പാരൻറ്റ് റോക്ക് മെറ്റീരിയലും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബ്ലാക്ക് സോയിലിൻ്റെ ഫോർമേഷന്. ദിസ് ടൈപ്പ് ഓഫ് സോയിൽ ഈസ് typical of the Deccan Trap basalt region spread over northwest Deccan Plateau and is made up of lava flows. They cover the plateau of Maharashtra, Saurashtra, Malwa, Madhya Pradesh, Chhattisgarh and extend to the southeast direction of the Godavari and Krishna valleys. അപ്പോൾ ഇതെന്താണ്, ഈ ഒരു ഡെക്കാൻ ട്രാപ്പിൽ അല്ലെങ്കിൽ ആ ഒരു ബസാൾട്ട് റീജിയണിൽ ഇത് കാണാൻ പറ്റും. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും സൗരാഷ്ട്രയിലും മാൽവയിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും പിന്നെ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് വരുമ്പോൾ ഗോദാവരി കൃഷ്ണ വാലീസിലൊക്കെ ഇത് കാണാൻ പറ്റും. The black soil are made of extremely fine, that is clay material. They are well known for their capacity to hold moisture. In addition, they are rich in soil nutrients such as calcium carbonate, magnesium, potash and lime. ഇപ്പോൾ എന്താണ് കാൽസ്യം അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഫൈൻ ആയിട്ടുള്ള ക്ലേ മെറ്റീരിയൽ കണക്കിരിക്കുന്ന ഒരു സോയിൽ ടൈപ്പാണ്. അതുപോലെ തന്നെ അതിനകത്ത് മോയ്സ്ചർ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ബ്ലാക്ക് സോയിലിനുണ്ട്. പിന്നെ എന്താണ് കാൽസ്യം കാർബണേറ്റ്, മാഗ്നീഷ്യം, പൊട്ടാഷ്, ലൈം തുടങ്ങിയവയുടെ പ്രസൻസും ഉണ്ട്. The soils are generally poor in phosphoric contents. They develop deep cracks during hot weather, which helps in proper aeration of the soil. These soils are sticky when wet and difficult to work on unless
tilled immediately after the first shower and during the pre-monsoon period. ഇതാണ് ഈ സോയിൽ ഈ കുറച്ച് ഫോസ്ഫറിക് കണ്ടൻസിൻ്റെ കുറവുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ ഇതിനൊക്കെ മണ്ണിലൊക്കെ വിള്ളൽ വീണ് അതിനകത്തേക്ക് എയർ ഇറങ്ങി, അതായത് ഒരു എയറേഷന്, സോയിലിൻ്റെ പ്രോപ്പർ എയറേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മഴക്കാലം ആകുമ്പോൾ ഇത് സ്റ്റിക്കി ആകും, അതായത് വളരെ ബുദ്ധിമുട്ടായിരിക്കും വർക്കിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഷോർ കഴിയുമ്പോൾ തന്നെ ഇത് കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. റെഡ് ആൻഡ് യെല്ലോ സോയിൽസ്. റെഡ് സോയിൽ develop on crystalline igneous rocks in the area of low rainfall in the eastern and southern parts of the Deccan Plateau. Yellow and red soils are also found in the parts of Odisha, Chhattisgarh and southern parts of the middle Ganga plain and along the predominant zone of western Ghats. These soils develop a reddish color due to diffusion of iron and crystalline or metamorphic rocks. It looks yellow and when it occurs in hydrated form. ഇനി അടുത്ത് റെഡ് ആൻഡ് യെല്ലോ സോയിലിനെ പറ്റി പറയുകയാണെങ്കിൽ, റെഡ് സോയിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്രിസ്റ്റലൈൻ ഇഗ്നിയസ് റോക്സിൻ്റെ ആ ഒരു വഴി ഡെവലപ്പ് ചെയ്യുന്ന സോയിലാണ്. ഈ ഒരു ലോ റെയിൻഫാൾ ഏരിയാസ്, അതായത് ഈസ്റ്റേൺ സതേൺ പാർട്സ് ഓഫ് ഡെക്കാൻ പ്ലേറ്റു, പിന്നെ ഒഡീഷ, ഛത്തീസ്ഗഡ് തുടങ്ങിയ ഏരിയകളിൽ, ഗംഗാ പ്ലെയിൻ്റെ സതേൺ പാർട്ടിൽ, വെസ്റ്റേൺ ഗട്ട്സിൻ്റെ പെഡമൻ പാർട്ടിൽ, ഇവിടെയൊക്കെയാണ് ഈ റെഡ് സോയിൽ കാണുന്നത്. ഇനി ഈ റെഡ് സോയിലിൽ കുറച്ചുകൂടെ ഹൈഡ്രേറ്റഡ് ഫോമാണ് യെല്ലോ സോയിൽ, അതായത് കുറച്ചുകൂടെ ജലാംശം കൂടുമ്പോൾ അത് യെല്ലോ സോയിൽ ആ ഒരു കളറിലേക്ക് മാറും. അതാണ് ഈ റെഡ് സോയിലും യെല്ലോ സോയിലും. ഇനി ലാറ്ററൈറ്റ് സോയിൽ. Laterite has been derived from the Latin word later, which means brick. Laterite soil develops under tropical and subtropical climate with alternate wet and dry season. This soil is a result of intense leaching due to heavy rainfall. Laterite soil has mostly deep to very deep acidic, generally deficient in plant and nutrients, and occur mostly in southern states, western Ghat region of Maharashtra, Odisha and some part of West Bengal and northeast regions, where this soil support deciduous and evergreen forests. It is humus rich, but under sparse vegetation and semi-arid environment, it is generally humus poor. They are prone to erosion and degradation due to their position on the landscape. After adopting appropriate soil conservation techniques, particularly in the hilly areas of Karnataka, Kerala and Tamil Nadu, the soil is very useful for growing tea and coffee. Red lateral soils in Tamil Nadu, Andhra Pradesh and Kerala are more suitable for crops like cashew nut. എന്താണ്, ഒരു കേരളത്തിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിലൊക്കെ സാധാരണഗതി കാണുന്ന ലാറ്ററൈറ്റ് സോയിലിനെ പറ്റിയാണ് പറയുന്നത്. ഇത് എന്താണ്, ലാറ്റിൻ വേർഡായ, ഈ വാക്ക് തന്നെ വന്ന ലാറ്റിൻ വേർഡായ ലാറ്റർ, അതായത് ബ്രിക്ക് എന്ന് പറയുന്ന അർത്ഥത്തിൽ നിന്നാണ്. ഇതൊരു സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിനായിട്ട്, അതായത് വെറ്റും ഡ്രൈ സീസണും ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥയിലാണ് ഇത് സാധാരണയായി കാണാറുള്ളത്. ഇത് ഇൻറ്റൻസ് ലീച്ചിങ് വഴിയും അതുപോലെ തന്നെ ഹെവി റെയിൻഫാൾ കാരണമുള്ള ഇൻറ്റൻസ് ലീച്ചിങ് വഴിയാണ് ഈ സോയിൽ ഫോം ചെയ്യുന്നത്. ഇത് pH വാല്യൂ 6 അടുപ്പിച്ച് കാണുന്നത് വളരെ അസിഡിക്കായ ഒരു സോയിലാണ്. പിന്നെ വെസ്റ്റേൺ ഗാട്ട്സ്, മഹാരാഷ്ട്ര, ഒഡീഷ, പിന്നെ വെസ്റ്റ് ബംഗാൾ, നോർത്ത് ഈസ്റ്റ് റീജിയൻ, ഇവിടെയൊക്കെയാണ് സാധാരണയായിട്ട് ഈ ലാറ്ററൈറ്റ് സോയിൽ കാണാറുള്ളത്. പിന്നെ ഇത് ഈ ഒരു എവർഗ്രീൻ ഫോറസ്റ്റിൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് ലാൻഡിൽ ഇത് കുറച്ച് ഹ്യൂമസ് റിച്ച് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ആരിഡ് ഏരിയാസ്, അതായത് സെമി ആരിഡ് ഏരിയാസിലൊക്കെ വരുമ്പോൾ ഇത് ഹ്യൂമസ് പുവർ ആയിരിക്കും, അതായത് ഒരു ഓർഗാനിക് മാറ്ററിൻ്റെ അളവ് കുറവായിരിക്കും. ഇത് ഡീഗ്രഡേഷനും അതുപോലെ തന്നെ എറോഷനൊക്കെ പ്രോണായ ഒരു പ്രദേശമാണ്. ഇനി ഒരു പ്രോപ്പർ കൺസർവേഷൻ ടെക്നീക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കർണാടകയിൽ, കേരള, തമിഴ്നാട് ആ റീജിയനിലെ ഹില്ലി ഏരിയാസിലൊക്കെ ടീ ഗ്രോ ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഒരു ലാറ്ററൈറ്റ് സോയിലാണ്. അതൊരു പ്രോപ്പർ കൺസർവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ റെഡ് ലാറ്ററൈറ്റ് സോയിൽ തമിഴ്നാട്ടിലെയും ആന്ധ്രാപ്രദേശിലെയും കേരളത്തിലേക്ക് റെഡ് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത് കാഷ്യൂ നട്ടിൻ്റെ വളർച്ചയ്ക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. Arid soils. Arid soil ranges from red to brown in color. They are generally sandy in texture and saline in nature. In some areas, the salt content is very high and common salt is obtained by evaporating the water. Due to the dry climate, high temperature, evaporation is faster and the soil lacks humor and moisture. The lower horizons of the soil are occupied by kangar because of the increasing calcium content downwards. The kangar layer formation in the bottom horizon restrict the infiltration of water. After proper irrigation, these soils can be cultivable as been in the case of Western Rajasthan. Arid soil എന്ന് പറയുന്നത് ഒരു ബ്രൗൺ മുതൽ റെഡ് മുതൽ ബ്രൗൺ കളറിൽ വേരി ചെയ്തിരിക്കുന്ന ഒരു സോയിലാണ്.
അത് വളരെ സാൻഡി ഇൻ ടെക്സ്ചറാണ്, സലൈൻ ഇൻ നേച്ചറാണ്. അതായത് ഉപ്പിൻ്റെ അംശം വളരെ കൂടിയൊരു പ്രദേശമാണ്. സാധാരണ ഇത് കോമൺ സാൾട്ടൊക്കെ ഒബ്റ്റെയിൻ ചെയ്യുന്ന ഈ ഒരു ഇവിടുത്തെ ജലങ്ങളൊക്കെ വേപ്പറൈസ് ചെയ്ത് കോമൺ സാൾട്ടൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ക്ലൈമറ്റും ഹൈ ടെമ്പറേച്ചറും ഇവാപ്പറേഷനും ഒക്കെ കൂടുന്നത് വഴി അവിടുത്തെ ഹ്യൂമസിൻ്റെയും മോയ്സ്ചറിൻ്റെയൊക്കെ അളവ് വളരെ കുറവാണ്. ഇനി ഇത് പ്രോപ്പർ ഇറിഗേഷൻ മെത്തേഡ്സിലൂടെയൊക്കെ ഇവിടെയും കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. രാജസ്ഥാനിൽ, വെസ്റ്റേൺ രാജസ്ഥാനിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അത്. ഇനി ഫോറസ്റ്റ് സോയിൽ. These soils are found in the hilly and the mountain areas where sufficient rainforests are available. The soil textures varies according to the mountain environment where they are formed. They are loamy and silty in water valley sides and coarse-grained in the upper slopes. In the snow-covered areas of Himalayas, these soil experience denudation and are acidic with a low humus content. The soil found in the lower parts of the valley, particularly on the river terraces and alluvial fans, are fertile. ഇനി അടുത്ത ഫോറസ്റ്റ് സോയിൽ എന്ന് പറയുന്നത് ഹില്ലി മൗണ്ടൻ ഏരിയാസിലൊക്കെയാണ് ഇത് കാണാറുള്ളത്. റെയിൻ ഫോറസ്റ്റ് ഒക്കെ സഫീഷ്യൻ്റ് ആയിട്ട് റെയിൻ ഫോറസ്റ്റ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ മൗണ്ടൻ എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ദേ ആർ ലോമി ആൻഡ് സിൽറ്റി ഇൻ വാലി സൈഡ്സ് ആൻഡ് കോഴ്സ് ഗ്രെയിൻഡ് ഇൻ ദ അപ്പർ സ്ലോപ്സ്. അവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ വാലി ഏരിയാസിൽ ആ ഒരു ഹില്ലി ഏരിയയിലെ വാലിയിൽ പാർട്ടിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ ഒരു സിൽറ്റി ആയിട്ടുള്ള ലോമി ആയിട്ടുള്ള ആ ഒരു സോയിൽ ടൈപ്പ് ആയിരിക്കും കാണുക. കുറച്ചുകൂടെ ഗ്രെയിൻഡ് ആയിട്ടുള്ളത് കാണുന്ന അപ്പർ സ്ലോപ്സിലായിരിക്കും. ഇനി സ്നോ കവേർഡ് ഏരിയാസ്, ഹിമാലയസിലെ സ്നോ കവേർഡ് ഏരിയാസിൽ നോക്കിയാൽ ദീ സോയിൽ എക്സ്പീരിയൻസ് ഡിനറേഷൻ ആൻഡ് അസിഡിക് വിത്ത് ലോ ഹ്യൂമസ് കണ്ടൻറ്റ്. അതായത് അവിടേക്ക് നോക്കിയാൽ ഇവിടെ ഒരു അസിഡിക് കണ്ടൻറ്റ് കുറവാണ്, അതുപോലെ തന്നെ ഒരു ഹ്യൂമസ് കണ്ടൻറ്റും കുറവാണ്. The soil found in the lower parts of the valleys, particularly on the river terraces and alluvial fans, are fertile. ആ ഒരു വാലിയോട് ചേർന്ന് ആ ഒരു റിവർ വാലിയോടൊക്കെ ചേർന്ന് കാണുന്ന വളരെ ഫെർട്ടൈലായ ഒരു ലാൻഡ് ഏരിയ ആണ്. അടുത്ത സോയിൽ എറോഷൻ ആൻഡ് സോയിൽ കൺസർവേഷൻ. The denudation of the soil cover and the subsequent washing down is described as soil erosion. ആ ഒരു സോയിലിൻ്റെ ഡീനഡേഷനും അതുപോലെ തന്നെ അതിൻ്റെ വാഷിംഗ് ഡൗൺ, അതായത് അത് ഒഴുകി പോകുന്നതിനെയാണ് നമ്മൾ സോയിൽ എറോഷൻ എന്ന് പറയുന്നത്. The process of soil formation and erosion go on simultaneously and generally there is a balance between the two. ഈ ഒരു സോയിൽ ഫോർമേഷനും സോയിൽ എറോഷനും ഒരു സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ജനറലി അവിടെ ഒരു ബാലൻസ് വേണം. സോയിൽ ഫോർമേഷനും സോയിൽ എറോഷനും തമ്മിലൊരു ബാലൻസ് വേണം. Sometimes the balance is disturbed due to human activities like deforestation, overgrazing, construction and mining. ചില സാഹചര്യങ്ങളിൽ ഇതെന്താണ്, മനുഷ്യൻ്റെ ഇൻഫ്ലുവൻസ് കാരണം, ഡിഫോറസ്റ്റേഷൻ, ഓവർഗ്രേസിങ്, കൺസ്ട്രക്ഷൻ, മൈനിങ് ആക്ടിവിറ്റീസൊക്കെ കാരണം ഇതിന് ഒരു ചേഞ്ച് സംഭവിക്കുന്നു. While natural forces like wind, glacier, water lead to soil erosion, the running water cuts through the clayey soils and makes deep channels as gullies. The land becomes unfit for cultivation and is known as bad land. അപ്പോൾ ഈ ഒരു ഇൻഫ്ലുവൻസ് കാരണം നാച്ചുറൽ ഫോഴ്സ് വിൻഡ്, ഗ്ലേസിയർ, വാട്ടർ, അതായത് ഇതൊക്കെയാണ് സോയിൽ എറോഷന് കാരണമാകുന്നത്. ഈ റണ്ണിങ് വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ക്ലേ സോയിൽ കട്ട് ചെയ്തിട്ട് ആ ഒരു ഡീപ്പ് ചാനൽസ് ഉണ്ടാകുന്നു. അതായത് കുറച്ചിങ്ങനെ ആ ഒരു മണൽ അല്ലെങ്കിൽ മണ്ണ് ഒലിച്ചു പോകുന്ന സംഭവം ഉണ്ടാകുന്നു. അത് കാരണം അത് കൾട്ടിവേഷന് അൺഫിറ്റായ ബാഡ് ലാൻഡായിട്ട് മാറുന്നു. ഇൻ ദ ചമ്പാൽ ബാസിൻ such lands are called ravines. Some times water flow as a sheet over large areas down a slope. In such cases the top soil is washed away. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ചമ്പാൽ ബേസിനിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഇങ്ങനെയുള്ള പ്രദേശങ്ങളെ അവർ റവീൻസ് എന്നാണ് വിളിക്കാറ്. ഈ സമയത്ത് എന്താണ് ആ ഒരു മുകളിലുള്ള ഒരു ഓവർ ലാർജ് ഏരിയ അതെന്താണ് ഒരു ഷീറ്റ് കണക്ക് ആ വാട്ടർ ഫ്ലോയിൽ പോവുകയാണ്. ആ ഒരു ടോപ്പ് ഏരിയയിൽ ആ ഒരു ടോപ്പ് ഭാഗത്തിരിക്കുന്ന ആ ഒരു മണ്ണെല്ലാം ഒലിച്ചു പോവുകയാണ്. ദിസ് ഈസ് നോൺ ആസ് ഷീറ്റ് എറോഷൻ. അതായത് ഒരു ഷീറ്റ് കണക്ക് ഒരു പാടെ അത് പോകുന്നതിനാണ് ഷീറ്റ് എറോഷൻ എന്ന് പറയുന്നത്. വിൻഡ് ബ്ലോസ് ലൂസ് സോയിൽ ഓഫ് ഫ്ലാറ്റ് ഓർ സ്ലോപ്പിംഗ് ഡൗൺ നോൺ ആസ് വിൻഡ് എറോഷൻ. ആ ഒരു വിൻഡ് കാരണം ഇതൊക്കെ ആ ഒരു ഫ്ലാറ്റായി ആ ഒരു സോയിലൊക്കെ ഇങ്ങനെ പോകുന്നത്, അവിടെ നിന്ന് അതിൻ്റെ യഥാർത്ഥ പ്ലേസിൽ നിന്ന് പോകുന്നത് തന്നെയാണ് വിൻഡ് എറോഷൻ എന്ന് പറയുന്നത്. സോയിൽ എറോഷൻ ഈസ് ഓൾസോ കോസ് ഡ്യൂ ടു ഡിഫക്റ്റീവ് മെത്തേഡ് ഓഫ് ഫാമിംഗ്. ഇനി കറക്റ്റായിട്ടുള്ള മെത്തേഡ് അല്ലാതെ ഡിഫക്റ്റുള്ള മെത്തേഡ് ഫാമിങ്ങിൻ്റെ യൂസ് കാരണം ഈ ഒരു സോയിൽ എറോഷൻ കാരണമാകുന്നുണ്ട്. Ploughing in a wrong way, that is up and down the slope from channels for the quick flow of water leading to soil erosion. അതുപോലെ തന്നെ ഈ ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് ഈ ചാലുകളൊക്കെ കുഴിക്കുമ്പോൾ അത് കറക്റ്റ് ലെവലിലല്ലാതെ അല്ലെങ്കിൽ ഒരു കറക്റ്റും പ്രോപ്പർ മാനേജ്മെൻറ്റ് ഇല്ലാതെ സംഭവിക്കുമ്പോൾ അവിടെ സോയിൽ എറോഷനൊക്കെ കാരണമാകുന്നുണ്ട്. പ്ലവിങ് അലോങ് ദ contour lines can decelerate the flow of water down the slopes. This is called contour ploughing.
ഇനി കോണ്ടൂർ ലൈൻസിന് ചുറ്റും ഈ ഒരു പ്ലവിങ് നടത്തുന്ന വഴി ആ ഒരു വാട്ടർ ഫ്ലോ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് കോണ്ടൂർ പ്ലവിങ് എന്നാണ് അറിയപ്പെടുന്നത്. സ്റ്റെപ്സ് ക്യാൻ ബി കട്ട് ഔട്ട് ഓൺ ദ സ്ലോപ്സ് മേക്കിംഗ് ടെറസ് കൾട്ടിവേഷൻ റെസ്ട്രിക്ട്സ് എറോഷൻ. അതുപോലെ പറ്റിയൊരു മരുന്നാണ് ഈ ടെറസ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഹില്ലി ഏരിയാസിലെ ടെറസ് ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻ അത് എന്താണ് സോയിൽ എറോഷൻ റെഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. Western and central Himalayas have well-developed terrace farming. Large fields can be divided into strips. Strips of grass are left to grow between the crops. This breaks up the force of wind. This method is known as strip cropping. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രിപ്പ് ക്രോപ്പിംഗ് ആണ്. അതായത് ഈ രണ്ട് ക്രോപ്സിനിടയിൽ ഇങ്ങനെ ഒരുപാട് ഗ്രാസ് ഇങ്ങനെ ഗ്രോ ചെയ്തിടുന്നു. ഈ ഗ്രാസിൻ്റെ പ്രസൻസ് കാരണം ഈ ഒരു വിൻഡിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് കുറയുകയും അതുവഴി ഇറോഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു. പ്ലാന്റിംഗ് ലൈൻസ് ഓഫ് ട്രീസ് ടു ക്രിയേറ്റ് ഷെൽട്ടർ ഓൾസോ വർക്ക്സ് ഇൻ സിമിലർ വേ. അതുപോലെ തന്നെ ഈ ഒരു ചുറ്റും ആ ഒരു ഏരിയയ്ക്ക് ചുറ്റും ഇങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന വഴി അതും ഒരു എഫക്റ്റീവ് മെത്തേഡായിട്ട് നമുക്ക് കണക്കാക്കാം. These shelter belts have contributed significantly for the stabilization of sand dunes and the stabilizing the desert in Western India. ഇതൊക്കെ ഒരു ഡെസേർട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വെസ്റ്റേൺ ഇന്ത്യയിലെ ഡെസേർട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യാറ്. അതായത് ഷെൽട്ടർ ബെൽറ്റ്സ് ഇങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ചുറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.